ആ ഓക്കെ ഓക്കെ ഇവിടെ കോച്ചൊക്കെ എത്തി ലൊക്കേഷൻ അയച്ചോട് ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ബാബു അണ്ണാ ആ വീട് ഞാൻ നിനക്ക് ആ വീടിന്റെ അകത്ത് പൊള്ളായിട്ടാണ് കാണണം നോക്കിയേ എത്തി ഇവിടെ പൊള്ളായിട്ടാണ് കാണണേ ശരിക്കും ഒന്നുകൂടി നോക്കടാ എനിക്ക് പൊള്ളയല്ലോ എനിക്ക് കാണാം എനിക്ക് എല്ലാം കാണാം സൂപ്പറായിട്ട് ഇവിടെ നേരെ താഴെ ഭൂമിക്ക് ഇതെന്നാ കേറണ്ട അകത്തോട്ട് എല്ലാ പേജ് നോക്കിയേ ചന്ദ്ര ഇവിടെ ഹൈപ്പറാക്കല്ലേ എല്ലാ പേജ് നോക്കട്ടെ ഓളെ കാറ് തെരപ്പിക്കുന്നേ മള്ളി അത് കാർ ഒറ്റ ഉള്ളു ഇത് ഏതാ അനോണിമസ് തെച്ചിയിൽ ഒരെണ്ണേ ഉള്ളൂ എന്തോന്ന് ഒരെണ്ണ ഇറക്കിയോളൂ ഇല്ല പറയണ്ട ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ മലയാളി പറഞ്ഞ ഈഗോ കൈ പിടിക്കണോ വേണ്ട 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 വെയിലത്ത് നിൽക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് തണലത്തോട് നിൽക്കാം അണ്ണാ ഈ വീടിന്റെ അകത്തോട്ട് കയറാൻ പറ്റില്ലാട്ടാ അണ്ണ വീടിന്റെ അകം കാണാൻ പറ്റുന്നുണ്ടാ പിന്നെ കാണാൻ വരുന്നുണ്ട് ഇത് സാഗുരിന്റെ വീടല്ലേ ഇത് എന്റെ കീ ഉണ്ട് വാ ഞാൻ തുറന്നു തരാം വാ അല്ല അണ്ണാ വീട് ഞാൻ ചെറുതായിട്ട് വാങ്ങിയായിരുന്നു പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വീടിന് ഇപ്പൊ ഇത് ഏതോ മെനയില്ലാത്തോ മേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി കാരണം കാടൊക്കെ പിടിച്ച് മൊത്തത്തിൽ കിടക്കണുണ്ട് അങ്ങനെ എങ്ങനെ കൊണ്ടുവരുന്നത് അല്ല അണ്ണാ ചന്ദ്ര പോയി മലയാളിയിലോട്ട് പോയി നിങ്ങൾ രണ്ടുപേരും അനങ്ങാതെ നിക്കണം അവിടെ അണ്ണാ ഞാൻ എനിക്ക് ബാബുനൊന്നും കണ്ടൂടാ എനിക്കല്ലല്ലോ അവിടെ എനിക്കെല്ലാം കാണാൻ ഇല്ലടാ ബാബു സ്വന്തം സാധനം വെട്ടി താഴെ വീണിട്ടുമേ ബാക്കിയുള്ളവന്റെ സാധനം പോയി പറഞ്ഞത് ചിരിച്ചോണം മനസ്സിലായ അണ്ണാ ഊമ്പി അണ്ണ എക്സ്റ്റൻഡ് ഹൈറ്റ് ഇട്ട് കാണുന്നില്ലടാ ബാബു എക്സ്റ്റൻഡ് ഒക്കെ കൂട്ടിയിടത് ഹൈയാണണ്ണാ എനിക്ക് പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോടാ നമുക്ക് പുറത്ത് ചേർത്താ അകത്ത് ചൂട് ഒരു പ്രശ്നം ഇല്ലടാ അണ്ണ ഇടണ ടിവിയുടെ ബാഡ്ജില് പിന്നെ வாசு நம்ம குடுக்க வேண்டியதெல்லாம் കുറച്ച് പേര് കേട്ടിട്ട് മേടിച്ച കാശെല്ലാം കൊടുക്കണല്ലോ കോച്ചല്ലേ മേടിച്ചത് ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ കോച്ചത് ഡീൽ ചെയ്യണേ എത്രയും പെട്ടെന്ന് വേറെ കാര്യം അറിഞ്ഞാ പേദോഷം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇവിടെ രാത്രി ഇപ്പൊ ഉണ്ടല്ല ആള് ഭയങ്കര ആക്റ്റീവ് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പത്തേക്ക് ഞാൻ വിചാരിച്ച് അപ്പൊ ഞാൻ ഭയങ്കര മാസൊക്കെ അടിച്ച് പറഞ്ഞേട്ടാ എടാ കോച്ച് ഒരു കാര്യത്തിനോട്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ മെക്കാനിസം പഠിക്കാതെ ആൾക്കൊരു സമാധാനം ഉണ്ടാവൂല എന്നൊക്കെ അന്നേരം പറയുവാണേ ഗണ്ണും മറ്റേ TDM-ലൊന്നും അല്ല കണ്ട പെമ്പിള്ളേരെ കൂടെ കറങ്ങി നടക്കുമെന്ന് രാത്രി 4 മണിക്ക് എടാ ഞാനൊരു കാര്യം പറയട്ടെ കോച്ച് ഇങ്ങനെ കാമക്കണ്ണ എടാ നിങ്ങള് വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാ പുള്ളി ഇവിടെ മാത്രമല്ല പ്രശ്നം പുള്ളിക്കാരന്റെ വൈഫ് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഈ ഗെയിം ഇതിനകത്ത് നിന്ന് പുള്ളിയെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ഫയൽ പുള്ളി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് കപ്പിളാർപ്പ് ചെയ്താലേ ലോയാലിറ്റി പോയിന്റ് കിട്ടുള്ളൂ 3x കിട്ടാൻ 3 കപ്പിളാർപ്പാണ് രാത്രി നോക്കുന്നത് ഫണ്ടിങ്ങിന് ആർപ്പിടിച്ചൊരു പയ്യൻ വാസൻ അറിയാവോ പിന്നെ ആര് അതല്ല വേറെ വേണ്ട കല്യാണ സമയത്ത് കളിച്ചത് കല്യാണത്തിന് ആലോചിച്ച് പേടിയാണെന്ന് പറഞ്ഞ് സിറ്റിയിൽ ഇരുന്ന് കപ്പിളാർപ്പ് കളി എനിക്ക് ടെൻഷൻ ഞാൻ ഇങ്ങനെ റിലീസ് ചെയ്യണേന്ന് അവസാനം അത് ഡിവോഴ്സിന്റെ ഒക്കിലെത്തിയപ്പോഴത്തേക്ക് ഇത് നിർത്തി
ഇല്ല അത് കല്യാണം നടക്കൂലെന്ന് പറഞ്ഞോ, കല്യാണം നടക്കൂലെന്ന് പറഞ്ഞോ. കല്യാണം മുടങ്ങുന്നുള്ള വക്കിലെത്തിയപ്പോഴാണ് നിർത്തിയത്. വേറൊരു പയ്യന്റെ ബാബു വേറൊരു പയ്യന്റെ അങ്ങനെ ഉണ്ടാട്ടാ കൊച്ചുണ്ട്, ഓർക്കണേ കോച്ച്, ഒരു കൊച്ചുണ്ട്. ബാബു വേറെ ഡിവോഴ്സിനൊന്നും സാക്ഷി പറയാൻ വയ്യ. വേറൊരു പയ്യൻ വേല സിറ്റിയിൽ നിന്നാണ് റിലീസ് ഇറക്കിയേട്ടാ. അതെ അതെ ഇമ്മോർട്ടൽ. അതോടെ ഞാനങ്ങ് നിർത്തി. ആ ഞാൻ ചന്ദ്രൻ തന്നെ നീറ്റ് ഇടുന്നത് ഈ കേസില്. നമ്മള് നീറ്റാ. എനിക്ക് പെണ്ണുമില്ല, നീ നേരത്തെ കെട്ടുകയും ചെയ്ത്. നീ പണ്ട് ഏതോ റേഡിയിൽ പിടിക്കപ്പെട്ടല്ലോ, അത് ഓർത്തോ? അയ്യോ മാ പറഞ്ഞ മാർപ്പി എനിക്ക് പെണ്ണുണ്ട്, കെട്ടിയതെന്നാണ് പറയാൻ വന്നത് മാർപ്പി. അയ്യോ വിഷയോ ഇപ്പൊ കോള് വരും, ഇപ്പൊ ഇന്റർനാഷണൽ കോളൊക്കെ. വാസന ഇങ്ങോട്ടാ, വാസന ഇങ്ങോട്ടാ ബാബു. അണ്ണാ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാളെ തൊട്ട് നമ്മുടെ ബാന് മാറുക. അപ്പൊ പിള്ളേർക്കൊക്കെ ചെറിയ ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചേ. അണ്ണൻ അറിഞ്ഞിട്ടില്ല ഈ മീറ്റിങ്ങിനെ പറ്റി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അണ്ണ വരുമ്പത്തേക്ക് പറയാൻ വിചാരിച്ചു. പിന്നെ നീ അറിയാത്തൊരു കാര്യമാണ് എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ചാറ്റ് വായിക്കുന്നുണ്ട്. നീ മനാഫ് ബ്രോഡ് ഒരു 10 മെമ്പർഷിപ്പ് മിസ് ചെയ്ത അളിയാ, അതൊന്ന് പറഞ്ഞേക്കണം. ഞാനും അതെ ഞാനുള്ള പേരൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. പ്രശ്നം എന്ന് പറഞ്ഞാ എന്റെ മറ്റേ ഡാഷ്ബോർഡിൽ കാണുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ആവുന്നത്, മ്യൂട്ട് ചെയ്തിട്ട് സൗണ്ട് എക്കോ അടിക്കുന്നു. അപ്പൊ ഞാനേ ഫോണാണ് വെച്ചേക്കുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതായിരുന്നു വിഷയം. ഞാൻ പറയാം ഒരു സെക്കൻഡ്. ഓക്കെ അപ്പൊ അണ്ണൻ പറഞ്ഞോണേക്കോ, അണ്ണൻ പറഞ്ഞോണേക്കോ, ബാക്കി ഞാൻ ഇതായിക്കോളാം. ഒരാളോട് വരാനുണ്ട്. നീ ഇനി ഇവിടുന്ന് ഇടയ്ക്ക് പോവല്ലേ, ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ആനന്ദ് ജി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ആനന്ദ് ബ്രോ, താങ്ക് യു. നീ പറഞ്ഞു തുടങ്ങിക്കോ, ബാക്കി എനിക്ക് സംസാരിക്കാൻ വയ്യ ഒരുപാട്. അപ്പോൾ ഗൈസ് പറയാനുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നാളെ തൊട്ട് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഇത് മാറുവാണ്, ബാൻ മാറുവാണ്. സോ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട്. ഗ്യാങ്ങിൻ്റെ ആണെങ്കിലും എല്ലാവരും കയറുന്ന ടൈമിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. സോ പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളിയുടെ നിലവാരം കുറച്ച് താഴോട്ടാണ് ഇപ്പോൾ പോണത്. ലോലം വന്നാടാ. ലോലം വരത്തില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു വെളിയില്. ഓക്കെ അപ്പൊ ലോലം വന്നിട്ട് സംസാരിക്കാണ് അവളെ പറ്റി. നമ്മുടെ വള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നല്ല വള്ളികൾ ആണ് ഇനി നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മറ്റേ കലിപ്പുള്ളവന്മാരെടുത്തായാലും വള്ളി എടുക്കുമ്പോൾ നന്നായിട്ട് വള്ളി എടുക്കുക. അത് ഒരു സമയം വരെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും താഴോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇല്ല, കണ്ണാപ്പിക്ക് ഇപ്പൊ RP പ്ലേയേഴ്സ് ആണ്. ആര് തത്സമയം ഇട്ടാലും അവിടെ പോയിട്ട് കണ്ണാപ്പി RP 100 ഒന്ന് സ്പാം ചെയ്യാൻ വേണ്ടി ഒരു 100 എച്ച് പട്ടികളെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതെ, പ്രത്യേകം ഇപ്പൊ കണ്ണാപ്പിര് എന്ത് കേസ് ചോദിക്കണമെങ്കിലും നമ്മള് നീഗനെ നോക്കിയാൽ മതി. നീഗനാണിപ്പം ആളുടെ കണ്ണാപ്പിയുടെ ലെഫ്റ്റ് ഹാൻഡാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ചാൽ റൈറ്റ്. എടാ അപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി എടുക്കുമ്പോ കുറച്ച് കാരണം എന്നെ മിസ്റ്റർ എക്സ് വാസൻ അറിഞ്ഞിട്ടില്ലെന്നുണ്ട്. മിസ്റ്റർ എക്സ് വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. മറ്റേ ബിസിനസ് ഏരിയയിൽ കിടന്ന് അടിയുണ്ടാക്കല്ലെന്ന് പറഞ്ഞു. അതിന് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലോലന്റെ നിങ്ങളടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ ഒരു അൺവാണ്ടഡ് സസ്പെൻഷൻ ആണ്. നിങ്ങൾ ഇത്രയും നാളായിട്ട് കളിക്കുന്നവരാ. അതായത് ഇവിടുത്തെ നിയമപ്രകാരം ഗ്യാങ് ഹൗസിൽ പോയി അടിക്കരുതെന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാ ഗ്യാങ് കളിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇത് ചെയ്തത്. പിന്നെ അത് കിടന്ന് ഒരുപാട് പറഞ്ഞ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചത് കുറച്ച് നാളത്തെ ഇനാക്ടിവേഷന് ശേഷം ബോബോയി മാമൻ അങ്ങനെ കുറച്ചുപേര് വന്ന് എടുത്ത് അവർക്ക് RP ഫ്ലോയിലോട്ടൊന്നും വരാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നതും ലൈക്ക് ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഇത്രയും നാള് നിങ്ങൾ ഗ്യാങ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി ഒരു ഗ്യാങ് സസ്പെൻഷൻ മേടിച്ച് ഇതുപോലത്തെ കോമൺ മിസ്റ്റേക്സ് കാണിച്ച് ഗ്യാങ് ഹൗസിലൊക്കെ പോയി അടിച്ച് ഷോ ഇറക്കുക, അങ്ങനത്തെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും. ഒരു സംശയമില്ല. ഡയറക്റ്റ് എടുത്ത് കളയുള്ളൂ. കാരണം ഇത് ഇത്ര വർഷമല്ലടാ നമ്മളെല്ലാരും കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമല്ലേ. ഇതിനൊക്കെ ഇനി ബാൻ മേടിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാ ശരിക്കും. അപ്പൊ അതെന്തായാലും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇതാ ഭയങ്കര അൺവാണ്ടഡ് കാര്യത്തിനാണ് നമ്മൾ സസ്പെൻഷൻ മേടിച്ച് 14 ദിവസം വെളിയിൽ ഇരുന്നത്. ഒരാവശ്യമില്ലാതെ തരുന്നത്. എല്ലാരെയും അത് ബാധിച്ചറിയാലോ.
എല്ലാരും നിങ്ങൾക്ക് എല്ലാവർക്കും കേറാൻ പറ്റാതെ അല്ലെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ കണ്ടമാരെല്ലാം വായിരിക്കുന്ന കേൾക്കേണ്ട വന്ന് 14 ദിവസം ഒരു സിറ്റുവേഷൻ പോലും എടുക്കാതെ അത് വന്ന് ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാക്കി വെക്കരുത് ദൈവം. ഗ്രൈൻഡിങ് ടാർഗറ്റ് നമ്മൾ കുറച്ചാൾ കൊണ്ട് ഇല്ലായിരുന്നു. നമ്മൾ 1300 കോടിക്ക് ഒരു പമ്പൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു. എല്ലാരും മറന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ നികത്തണം. സോ അണ്ണാ കടക്കാര് വീടിന്റെ മുന്നിൽ വീട് ലോക്ക് ചെയ്തിട്ടേക്കുന്നോണ്ടാണ് അകത്തോട്ട് വരാത്തത്. മനസ്സിലായ? വീടിന്റെ മുമ്പിൽ നിൽക്കുക ഒരു 4-5 ദിവസമായിട്ട്. എനിക്കിനി കടം മേടിച്ച് പറ്റിച്ചു പോയ വാസു എന്നുള്ള പേരൊന്നും കേൾക്കാൻ പറ്റത്തില്ല. കോച്ച് നിങ്ങൾ ഏതോ 5-6 പെണ്ണുങ്ങളെ നിങ്ങൾ വിടുതാക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞ 5-6 പെണ്ണല്ല 2 പെണ്ണ്. അതാ പറഞ്ഞ 2 പെട്ടെങ്കിൽ 2 പെണ്ണ്. ആ പൈസ എത്രയും പെട്ടെന്ന് വീട്ടിൽ കോച്ച് ഇല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡി ആവേണ്ടി വരും. നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതില്. കോച്ചിന്റെ പ്രശ്നമല്ലല്ലോ ബാബുഷേ. പോയി വാങ്ങണോ? കോച്ച് റെഡിയാണ്. ബ്രോ താങ്ക് യു സോ മച്ച് 2 മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്തായാലും നാളെ സസ്പെൻഷൻ മാറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രൈൻഡിങ് ടാർഗറ്റ് വെക്കും. ചന്ദ്രൻ ഇവിടെ ഉണ്ടോ? ചന്ദ്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് ഇവിടുത്തെ ഞാൻ സെറ്റ് ചെയ്ത് അല്ല ഒന്ന് മന്ദരം ഒന്ന് വന്നേ. എല്ലാം ഉച്ചക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എത്ര രൂപ കൊടുക്കണം? ഏറ്റവും കുറഞ്ഞത് 30 കോടിയെങ്കിലും വേണം. എത്ര ടൈമിൽ? ഒരു മാസം 1 മണിക്കൂർ കൊണ്ട് 1 കോടിയൊക്കെ ഉണ്ടാക്കണ്ട ഇവിടെ. 1 മണിക്കൂർ കൊണ്ട് 1 കോടി ഉണ്ടാക്കാമെങ്കിൽ 30 കുറവാണ്. ഒരു 50 കോടി കൊടുക്കാം. കേറാൻ പറ്റുന്നില്ല. അവൻ പലതും പറയുമ്പോൾ അവന്റെ ജോലിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാ ഫണ്ട് വേണം. ഫണ്ട് വേണം. അത് ശരിയാ. ടോട്ടൽ 2 ആണോ? എല്ലാം മൊത്തത്തിൽ തരുന്നില്ല. ഒരു മാസം നിങ്ങൾ ഒരു 1.5-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തോ ഗ്രൈൻഡിങ്ങില്. ഓൾറെഡി എല്ലാവരുടെ പൈസകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം ഒരു 1 മന്ത് ടൈം 50 CR. 50 മതി. 50 40 കൊടുക്കാം. അല്ലല്ല 50 വേണം ചന്ദ്ര. വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് 50 വേണം. 50 സത്യം പറഞ്ഞാൽ കുറവാ. എനിക്ക് തോന്നുന്നു കുറവാ. 1 മണിക്കൂർ സ്പെൻഡ് നമ്മളെ കടം വീട്ടിയുടെ ബാക്കി പൈസ എന്തെങ്കിലും വേണ്ടേ? മള്ളി പറഞ്ഞതാണ് കറക്റ്റ്. ഞാനൊരു കാര്യം, ഒരു എമൗണ്ട് നമുക്ക് കടം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഗ്യാങ് എക്കണോമി എന്തായാലും വേണം. 50 കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കോടി 1 മണിക്കൂറിൽ ഉണ്ടാക്കാം. മനസ്സിലായ? 1 കോടി. അപ്പൊ ഞാൻ പറയണത് എല്ലാ ദിവസവും ഇവന്മാരെ ഈ പെമ്പിള്ളാരുടെ കൂടെ കൊഞ്ചാൻ വേണ്ടിട്ട് എത്ര മണിക്കൂറാ കളയണെന്ന് അറിയോ? പക്ഷെ ഗ്രൈൻഡ് ചെയ്യുന്നിടത്തോട്ട് അവളെ കൊണ്ട് ഇരുത്തിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കട്ടെന്ന്. എടാ നിനക്ക് ഭാര്യയുണ്ട്, എനിക്ക് പെണ്ണു പോലും ഇല്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി എല്ലാവർക്കും ഉണ്ട്. പെണ്ണിലത്തവർ കള്ളവടിയലുണ്ട് ഇവിടെ. അതാ പറഞ്ഞേ, എനിക്കതിനൊന്നും പോകാൻ താല്പര്യമില്ല. പിന്നെ വാസോന്റെ സൗണ്ട് കേട്ടവരെ ക്രഷ് വന്ന ഒരു സിക്കിലുണ്ടോ ബാബു? സൗണ്ട് കേട്ടാ ക്രഷ് അതറിഞ്ഞൂടെ ബാബു? മലയാളിക്ക് ശരിക്കും പറയാം മലയാളിയുടെ ടേസ്റ്റിനെ പറ്റി ഒരാളെ കിട്ടാ നക്കാനാ കൊറേ ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. എടാ ഈ ബാബുവിന്റെ സൗണ്ട് ഇതാവുന്നുണ്ടോ നിനക്ക്? ഇല്ല അണ്ണന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം എനിക്ക് വിട്ടുവിട്ടാ കേൾക്കുന്നത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയാ, എന്റെ അഭിപ്രായത്തിൽ 50 കുറവാ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്കൊരു 60 CR പിടിക്കാം. 60 CR 30 ദിവസം. 60 CR 30 ദിവസമാണ്. പക്ഷെ ഷാർപ്പ് ആയിരിക്കണം. ഇതിന്റെ പണിഷ്മെന്റ് ഭയങ്കര നല്ല കട്ടിക്കുള്ള പണിഷ്മെന്റ് ആയിരിക്കണം. സ്ട്രിക്ട് പണിഷ്മെന്റ്. ഇപ്പൊ ഞാൻ അണ്ണാ വേറൊരു കാര്യം മാമനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടപ്പോ പറഞ്ഞ് 30 ദിവസമാണ് ഞാൻ പറഞ്ഞേക്കണം അവന്റെ അടുത്ത്. 30 ദിവസമല്ല, ഇനി ഒരു 25 ദിവസം. 5 ദിവസം ഞാൻ സിറ്റി കണ്ടായിരുന്നു. ബാക്കി 25 ദിവസം ആക്കി കഴിഞ്ഞാൽ അവനെ സ്ലോട്ടിൽ ആക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവൻ കാര്യം പറയട്ടെ, നീ ഏത് സ്ലോട്ടിലോട്ട് ആക്കും? അണ്ണാ ഞാൻ ഉണ്ട് കേട്ടോ. ഞാൻ മാസത്തിൽ 8 ദിവസം ആക്റ്റീവ് ആണ്. 35 പേരായി. ഇനി ഏത് സ്ലോട്ടിലോട്ട് ആക്കും? അതാ എന്റെ ചോദ്യം. അതാ 35 പേരായാ? എടാ ഇത് ആയിട്ട് എത്ര ദിവസം എന്നറിയോ? ഞാറല്ലേ എടുത്താ?
നീ ഒന്ന് കൂട്ടി നോക്കിയടാ 35 മെമ്പേഴ്സ് അല്ലേതാ കേവിക്കകത്ത് എടുത്ത പയ്യനെയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം. ചെറിയൊരു ചായ കൊണ്ട് തോന്നുന്നു ഇപ്പൊ. എന്നാ ഞാൻ അറിയാമട്ടെ നമുക്ക് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ആള് ഇപ്പൊ ഈ കെവിനൊക്കെ സ്ലോട്ടിലുണ്ടാ? എന്നാ സ്ലോട്ടിൽ നിന്ന് നമുക്ക് മാറ്റാം നൈസായിട്ട്. ഇതാണ് പണിഷ്മെന്റ്. ഇത് കൊടുത്തിട്ട് അടുത്തവനെ ഇറക്കണം നമ്മള്. കെവിന് ഒരു ചെറിയ സർജറി ഉണ്ട്, അപ്പൊ അവൻ അതിന് പോയേക്കുവാ. ഓർത്തില്ല ഇപ്പഴ ഓർച്ച. അണ്ണാ അതല്ല ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ആരെല്ലാം വരുവണ്ണാ, നമുക്ക് ഇവർക്ക് പേടി വേണ്ടേ? സക്കീർ മൈൽസ് അങ്ങനെ കുറച്ച് പേരുണ്ട്. മൈൽസ് തട്ടാ അപ്പാപ്പൻ ഒരു പേരും ആരും പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അപ്പാപ്പൻ ലൈവ് ഇട്ട് അപ്പാപ്പന്റെ ടൈമിങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവിടെ നടക്കണേ. ടെററിനിൽ ഇത്രോളം കഠിനാധ്വാനം ഉണ്ട്. പിള്ളേർ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതല്ലേ കടന്നവര് കണ്ടാ മതി. 2 ദിവസത്തെ സ്റ്റോറി ഒക്കെ കണ്ടപ്പോ മറ്റേ മഴവില്ലിനാൽ ഇഴനീന്തിടും കൂട് എന്നൊക്കെ പറഞ്ഞ കേവിയുടെ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തിങ്ങനെ തിരിച്ചു വരവില്ലെന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ സംസാരം നമ്മളെ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇട്ടില്ല. കാറിനോട് കൂടെ ഒരു ഫോട്ടോ ഇട്ട വലിയ വിഷമമായി. ഇതില് 2 കാര്യങ്ങളുണ്ട് വാസുവിന്. ഞാൻ കാറിലൂടെ നിന്ന ഫോട്ടോ എടുത്തത് വേറൊരു വ്യക്തിയാണ്, പക്ഷെ നമ്മൾ നിന്ന ഫോട്ടോ എന്താരും എടുക്കാൻ വാസുവിന് അങ്ങനെ ചിന്തിക്കാത്തെ? എന്നാലും അതെ എനിക്ക് എങ്കിൽ ഒന്നെന്തിനാ വാസുവിനെ നമുക്ക് 4 ഫോട്ടോ എടുക്കാം, അടുപ്പിച്ച് 4 ദിവസം ഇട്ടേക്കാം. ഇല്ല അത് ശ്രദ്ധിച്ചേട്ടാ. ഞാൻ കാറിലോ ഇട്ടൊരു ഫോട്ടോ ഇട്ട് നമ്മള് മറ്റേ ബിജിഎം പോലും ഇട്ടില്ല. ആൾക്കാര് റീമെൻഷൻ ചെയ്യുമ്പോ ഞാൻ അതേപോലെ നമ്മള് ഓണത്തിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നേ. ഓണത്തിന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഓണത്തിന് ചന്ദ്ര എന്തൊക്കെ ഒരു മഴവിൽക്കാടി കാവടി കൂടിയ മാനത്തെ പൂ കാവൽ അതെങ്കിലും ഇടായിരുന്നു. ബാബു ഹസ്കി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ പുറത്തോരത്രേ? അത് ബാബുവിന്റെ അഭിനയം തുടങ്ങി പറഞ്ഞല്ലോ. അത് എന്റെ ഐഡിയ ആയി പോയി വാസുവിനെ, അതുകൊണ്ട് കളിക്കേണ്ടി വന്നു. ഗ്രൈൻഡിംഗ് ടാർഗറ്റ് കൊടുത്ത് 30 days ക്ലിയർ ആയിട്ട് നെറ്റിലൊരു കുഴപ്പമില്ല. നിന്റെ സത്യമായിട്ട് നിങ്ങൾ പറയാൻ എനിക്ക് വിട്ടുവിട്ട് പോകുന്ന അതായത് ട്രക്ക് ജോബ് ചെയ്ത് ഇവിടെ പാസീവ് ഇൻകം കിട്ടും വാസുവിനെ. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലെവൽ 36 ആയി കഴിഞ്ഞാൽ 30 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 ട്രക്ക് മീൻസ് ഡ്രൈവറെ വെച്ചിട്ട് വാങ്ങിയിടാൻ പറ്റും. അത് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു 25-30 ലക്ഷം കൊണ്ടുതരും. അങ്ങനെ കണക്കൂട്ടിയാൽ പോലും ഈ 60 CR എന്ന് പറഞ്ഞ ഒന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആദ്യമേ ഈ 30 ലെവൽ എത്തണം കേട്ടോ. എത്ര ടൈം എടുക്കും? 30 ലെവൽ എത്താൻ ആദ്യം തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരാഴ്ച പോലും വേണ്ട 30 ലെവൽ എത്താൻ. പിന്നെ അങ്ങോട്ട് പിന്നെ ഫുൾ പാസീവ് ഇൻകം ആണ്. ചുമ്മാ ഇവിടെ ഒരു ഗ്രൈൻഡിംഗ് ടാർഗറ്റും പറഞ്ഞിട്ട് അവന്മാർക്ക് ഇതുകൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ 60 ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രഷർ ആവാത്ത രീതിയിൽ എത്ര കൊടുക്കാൻ പറ്റും? ഒരുപാട് പ്രഷർ ആകാത്ത രീതി വാസം തന്നെ ഞാൻ പറയുന്നത്. ഇവർക്ക് ആദ്യത്തെ ഗ്രൈൻഡിംഗ് ടാർഗറ്റ് പൈസ അല്ല പറയണ്ടേ, ട്രക്കിൽ ലെവൽ 30 ആക്കാൻ പറയണം. ലെവൽ 30 പൈസ കൊറേ ഓപ്ഷൻ വരുന്നുണ്ട്. ട്രക്കിൽ ലെവൽ 30 ആക്കുമ്പോ തന്നെ ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ശരാശരി ഒരു മനുഷ്യൻ ഇവിടെ ട്രക്ക് ഓടിച്ച ഒരു ദിവസം ട്രക്ക് ഓടിച്ച അവൻ 10 കോടി രൂപ ഉണ്ടാക്കും ഒരു ദിവസം. അല്ല പാപ്പ ഞാൻ പറയണ നമുക്ക് കുറച്ച് കടമുണ്ട് കഴിഞ്ഞ ഓപ്ഷന്റെ, അതും വീട്ടണം. മനസ്സിലായോ? അതാ പ്രശ്നം. നമുക്ക് കടം പറ, ഫോൺ ചെയ്യോ? എത്ര എല്ലാം കൂടെ 1000 കോടി മേളിലുണ്ട്. അപ്പൊ കണക്ക് പ്രകാരം ഇവന്മാരെ കൊണ്ട് നമ്മൾ ഒരാളുടെ 50 വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 10 പേർക്ക് 500 കോടി കറക്റ്റ് ഒരു മാസം കൊണ്ട് 1500 കോടി കൊടുക്കാൻ വാസവനെ. ഓ ഇത് പറയാനായിരുന്നല്ലേ ഞാനോർത്ത് ഇപ്പൊ സ്പോൺ ചെയ്ത് എന്റെ മണ്ണിൽ കൂടെ പൈസ ഇടും. പുള്ളി എടുക്കുമ്പോ ഇങ്ങനെയൊന്നുമല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. ഇതിലും വലിയ ഉപകാരം ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നേ. പിന്നെ കുറെ ഉപകാരങ്ങൾ ഉണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു പറ്റിച്ചല്ലേ എന്നെ റിക്രൂട്ട് ചെയ്യിപ്പിച്ചത്. അതങ്ങനെയാണ്. നമ്മൾ പല വാഗ്ദാനങ്ങളും കൊടുക്കണം, മനസ്സിലായോ? എങ്കിലല്ലേ കയറി പറ്റാൻ പറ്റൂ. ഏതാ നമ്മളും വാഗ്ദാനങ്ങൾ തരും ഇനി അങ്ങോട്ട്. പക്ഷേ പഴയതുപോലെ ചീത്തപ്പേരന് കേൾക്കുന്നില്ല കേട്ടോ, അധികം കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം ചീത്തപ്പേരൊക്കെ കേൾക്കുന്നുണ്ട്. ഗോഗോക്ക് എന്തോരം കേട്ടിട്ടുണ്ടോ അറിയാമോ? ഗോഗോക്ക് എന്തോരം കേട്ടോ, അതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ. അപ്പൊ കേട്ടിട്ടില്ല. അതെന്താ കാര്യം എന്നറിയോ ചന്ദ്ര? കറക്റ്റ് നമ്മള് ബാനൊക്കെ മേടിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും നിന്നുണ്ട്, നമ്മള് സംസാരിക്കാൻ പോവാറില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഗോഗു ഒരു ദിവസം ചെയ്ത പരിപാടി ഞാൻ പറയട്ടെ എന്തിരുന്ന് അന്നത് കേക്കണേ. ഒരു ദിവസം ഞാനും ഗോഗും വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് മറ്റേ
എന്തോ ഒരു കാര്യം ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അന്നേരം ലൈക്ക് ടർഫാണോ? എടാ ടർഫല്ല ലൈക്ക് ഏതൊരു പയ്യൻ വന്ന് കൊണ പറഞ്ഞേ അന്നേരം ഗോകുവിനടുത്ത് പറഞ്ഞ് പോടാൻ വരുന്ന ഗോകുവിനെ പറഞ്ഞേട്ടാ എന്തെന്ന് പറയട്ടാ നമ്മുടെ ഗാംഗ്ലസ് ഇട്ടോണ്ട് സ്പോട്ടിൽ കിക്കോ ചെയ്തില്ല അവൻ വണ്ടി എടുത്തോണ്ട് മറ്റേ പയ്യൻ തെളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി അവന്റെ ബാക്കില് മറ്റേ പറന്നു പോയില്ലേ മറ്റേ മറ്റേ ഇത് അതെന്താ പറയണേ ഗോട്ട് മോഡില്. ആ ടോഗിൾ ചെയ്ത് പോയിട്ടേ അവിടെ നിന്ന് പോയിട്ട് അടിച്ചു വന്നിട്ട് കിക്ക് ചെയ്ത് അവൻ വലിച്ചിട്ട് അവൻ അല്ല തെളിച്ചിട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് വീണ്ടും വിളിക്കും. കണ്ടമാനം എടാ അവിടെ പിള്ളേരെ ആ ഓക്കെ ശരി. അപ്പൊ അണ്ണാ ഇത്ര ഡിസിപ്ലിൻ ആണ് അവന്മാര് ഉയ്യോ, സത്യല്ലേ? ആസന ഇവിടെ ആസന ഇവിടെ സത്യം അവൻ അങ്ങനെ ചെയ്ത എടാ അപ്പൊ ഞാൻ എന്നുവെച്ചാ ഇവിടുത്തെ ഒരു ട്രക്ക് ജോബിന്റെ കാര്യം അപ്പാപ്പൻ ജസ്റ്റ് ഒന്ന് പറയാം അത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കാം എന്നിട്ട് ഞാൻ ഗ്രൈൻഡിങ് ടാർഗറ്റ് പറയാം. രണ്ടാഴ്ചക്കകത്ത് എത്താമെന്ന് പറയണ എല്ലാവരും. ഒരു കാര്യം ചെയ്യാം, ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കാം. ഞാനിത് ഒരാഴ്ചയിൽ ലെവൽ 30 ആക്കി കാണിച്ചാലോ? തള്ളക്കെന്ന് വിളിച്ചോട്ടാ ഞാൻ തമിഴില് തള്ളക്കെന്ന് വിളിച്ച് അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് ലെവൽ 30 ആക്കി നിങ്ങൾ എല്ലാരും ഗ്രൈൻഡ് ചെയ്യോ? ഞാനും വാസോണ്ടാക്കാം ഞാനും ചന്ദ്രനോട് തത്സമയം ഇട്ട് ഒരാഴ്ച കൊണ്ട് ലെവൽ 30 ആക്കാം. എന്നാ നിങ്ങൾ എല്ലാരും ഇത് ചെയ്യോ? ലെവൽ 36 ഉള്ളു കേട്ടോ. ഇല്ല നിങ്ങളെ അണ്ണന്മാരാക്കുക ലെവൽ 30 വലിയ സീനില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം സ്പെൻഡ് ചെയ്താക്കാം. ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഇതൊരു കാര്യം ഗ്രൈൻഡിങ് ടാർഗറ്റ് ഞാൻ പറയണത് 30 days 70 ചെയ്യാം. എന്നാരും വിളിക്കുന്നു 70 കോടി 30 ദിവസം. ടൈം നാളെ തൊട്ട് ഗാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ആവും. എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടാവോ ഇതിന് അപ്പാപ്പ? സ്റ്റാർട്ട് ആവും. അപ്പൊ ഇല്ല മിസ്റ്റർ എക്സിനെ കാണണമെന്ന് ഓക്കെ ഓക്കെ നാളെ ഡേറ്റ് എത്ര? 14 ഓക്കെ അപ്പൊ ഡിസംബർ 14 70 കോടി വെച്ച് ഒരാൾ എനിക്ക് തരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാങ് വെഹിക്കിൾ അതിന്റെ കാര്യങ്ങള് അമ്പത്തൂര് പറയും. അമ്പത്തൂര് ഒന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടിയുടെ കാര്യം ഒന്ന് പറഞ്ഞാടാ. എസ്റ്റിമേറ്റ് ഡേറ്റ് പറഞ്ഞ ഇല്ല നീ പറഞ്ഞേ ഇത് പറഞ്ഞേ വണ്ടിയുടെ പണി ഏകദേശം വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ഡെലിവറി പിന്നെ പ്ലേസ് ഉണ്ടല്ലോ നമ്മുടെ ഈ ലൊക്കേഷൻ കാര്യങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോഗ്രാഫേഴ്സിന്റെ പണിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഉടനെ കാണും. എനിക്ക് എസ്റ്റിമേറ്റ് ഡേറ്റ് ഞാൻ നാളെ പറയാൻ പറ്റും. കാരണം വീഡിയോഗ്രാഫറിന്റെ ടൈമും കൂടെ എനിക്ക് നോക്കണം. ബാബു കോലിഡർ തന്നെയാണല്ലോ ബാബുവിന് ടാഗില്ലെന്നോ കോലിഡർ അങ്ങനത്തെ സാധനം ടാഗില്ലെന്നല്ലോ. അവനങ്ങനെ താല്പര്യമില്ല ബാബുവിന്. രണ്ടാഴ്ചയായി പണി തീർത്തത്. വാസോണിന് എന്തായാലും അമ്പത്തൂര് കാണിച്ചിട്ടില്ല. കാരണം അത് നമ്മള് അത്രയും ഇതാക്കിയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഞാൻ ചെറുതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഫുള്ളി ഞാൻ കണ്ടില്ല. പക്ഷെ പക്ഷെ ഇന്നാണടാ എനിക്ക് ജീവൻ വീണത് എന്നാ ചെറിയൊരു ഹൈപ്പ് വരാണ്ട നമ്മുടെ നമുക്ക് ചെറിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞാ നമ്മള് ഗോഡ്സിലെയും നമ്മള് അതിന് മുന്നേ നമ്മൾ ഇതിറക്കിയില്ലേ ഹൈനൊക്കെ ഇറക്കിയില്ലേ അതേ ഒരു വേവ് ലെന്തിൽ തന്നെ നിക്കണ ഒരു കിടിലൻ വണ്ടിയാണ്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ പറയല്ലേ ഇച്ചിരി ക്രോസ് ബ്രീഡ് അല്ല ഇത് എന്താ പറയാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാങ് വണ്ടി തരാനുണ്ട്. മനസ്സിലായ ലൈക്ക് നോർമലി നമ്മള് ഫോർഡ് റാപ്റ്റർ അങ്ങനെയുള്ള ഞാൻ ഇപ്പോഴും പറയാം അമ്പത്തൂര് എനിക്ക് കാണാൻ വലിയ ഭംഗിയില്ലേലും ഈ മലയിൽ കൂടെയും പറയിൽ കൂടെയൊക്കെ ഓടുന്ന ഒരു വണ്ടി മതി. അത് മാത്രം മതി. ഒരു പരിപാടി ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഇതിനെ ഏറ്റെടുത്തു. ആ പണി അവരല്ല ചെയ്ത്. അതെ അത് ഞാൻ
അതെ ഞാൻ അത് ടോമിയെ നിങ്ങൾ കൊണ്ട് ജയിപ്പിക്കും. നിങ്ങൾ മുമ്പിക്കാതിരുന്നാ മതി അല്ലെങ്കിൽ ഞങ്ങളെ. കേരളത്തെ മലയൊന്നും ഇവിടുന്ന് സിറ്റി നിന്ന് മാറ്റിയത് പാപ്പ. ഇല്ലില്ല നമ്മള് ഷെൽബിയാണ് ഇപ്പൊ നിലയിൽ ഏറ്റവും നല്ല ഹാൻഡ്ലിംഗ് അവന്റെ തന്നെ കൊടുക്കാനാണ് പ്ലാൻ. വണ്ടി പണി ചെയ്യാൻ ഓക്കെ 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 ഞാനെന്താ അങ്ങോട്ട് ആ ഓ ശരി 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 എടാ ടൈം പറഞ്ഞില്ല. 2 വീക്ക് അല്ലേ? 2 വീക്ക് അല്ലേ? 2 വീക്ക് എസ്റ്റിമേറ്റ്. ഈ വാസുവിനെ വേണമെങ്കിലേ നമുക്ക് ഈ ഗ്രൈൻഡിങ് എമൗണ്ടും വണ്ടിയുടെ ലോഞ്ചും എല്ലാം ഒരുമിച്ച് ഒരു ഡേറ്റ് 2-3 ആഴ്ച. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട വേണ്ടല്ലേ? അത് രണ്ടായിട്ടാണ് ആ ഒരു 2 ആഴ്ച 2 വീക്കിനകത്ത് നമ്മള് വണ്ടി സംഭവങ്ങളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും.